പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയൂ. ചുറ്റിലും 1000 പേരുണ്ടായിട്ടും അവർക്കിടയിൽ നമ്മെ തിരക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടുവാനുള്ള ധൈര്യം നേടുകയും ചെയ്യുക. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തിയെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. 1, ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാവുക. 2, എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. മനുഷ്യൻ 2 കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങുവാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിൽക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. നിങ്ങളെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീകൾ ആദ്യം നിങ്ങളോട് സ്നേഹം കാണിക്കും. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.